بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ശരീഫിന് അതിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഷഹ്റു തൗബത്തി, തൗബയുടെ മാസം എന്നൊരു പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരായ ആളുകൾ തൗബ ചെയ്താൽ ആ തൗബയെ സ്വീകരിക്കുന്ന മാസം എന്നൊരു പേരുണ്ട്. ഷഹ്റു തൗബത്തി വൽ മഗ്ഫിറത്തി എന്നൊക്കെ റമളാൻ ശരീഫിന് പേരും അതിൻ്റെ വിശേഷണങ്ങളിലും കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ തൗബയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഏ മുഅ്മിനീങ്ങളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ മടങ്ങുക എന്നാണ് അർത്ഥം. താബ എന്ന് പറഞ്ഞാൽ തൗബ എന്നൊക്കെ പറഞ്ഞാൽ മടങ്ങുക, ചെയ്തുപോയ കുറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നല്ല വഴിയിലേക്ക് മടങ്ങുക. കാരണം മനുഷ്യന്റെ തുടക്കം നല്ല വഴിയിലൂടെയാണ്. തെറ്റുകളും പാപങ്ങളും ഒന്നും ചെയ്യാതെയാണ് അവൻ ഭൂമിയിലേക്ക് വരുന്നത്. ശുദ്ധ പ്രകൃതിയാണ്. അപ്പോൾ ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമായതുകൊണ്ട് വികാരത്തെ പഠിച്ചതാണ്. നമുക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ശഹ്വത്ത് വേണം, വികാരം വേണം. വികാരം ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ. ശഹ്വത്ത്, വികാരം വേണം. ഒളബ്, ചില വിഷയങ്ങളോട് എതിർപ്പ് വേണം. അങ്ങനെ ആയാലേ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഭൂമിയിലല്ലാത്ത ആകാശത്തിൽ ജീവിക്കുന്ന മലക്കുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ആകാശത്തിന്റെ സംവിധാനം വേറെയാണ്, ഭൂമിയുടെ സംവിധാനം വേറെയാണ്. അപ്പോ മനുഷ്യന്റെ ശരീരത്തെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുമ്പോൾ ഈ മണ്ണിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പലതും മണ്ണിലുണ്ട്. ചില പ്രകൃതി വൈദ്യന്മാർ ശരീരത്തിൽ വേദനയുള്ള ആളുകൾക്ക്, കെണുപ്പുകളിൽ വേദനയുള്ള ആളുകൾക്ക്, ഉന്മേഷക്കുറവുള്ള ആളുകൾക്ക് ഒരു ചികിത്സ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെരുപ്പഴിച്ച് മണലിലൂടെ അല്ലെങ്കിൽ ചരലിലൂടെ രാവിലെ കുറച്ചു നേരം നടക്കുക. അവർ പറയുന്ന ഒരു ചികിത്സയാണ് ചെരുപ്പഴിച്ച്. അപ്പൊ അതിന് മണല് വേണം, മണ്ണ് വേണം. എല്ലാ വീടുകളും കട്ട പതിച്ചാൽ പിന്നെ എങ്ങനെ നടക്കുക? അപ്പോ അങ്ങനെ മണല് ഉള്ള അല്ലെങ്കിൽ ചെറിയ ചരലുകളുള്ള ആ ചരലുകൾ കാലിന്റെ അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ കാലിന്റെ അടിയിൽ ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്, വളരെ ഞരമ്പുകൾ, ലക്ഷക്കണക്കിന് ഞരമ്പുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. രക്തക്കോലുകളുടെ നീളം കിലോമീറ്ററുകളാണെന്നാണ് പറയപ്പെടുന്നത്. രക്തക്കോലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന രക്തക്കോലുകൾ മാത്രമല്ല, എത്ര വലിയ മെഷീനറീസ് ഉപയോഗിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത ഉറൂക്കുകൾ, ചെറിയ ചെറിയ ഞരമ്പുകൾ ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ട് ധാരാളം ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്. അത് ബ്ലോക്കായാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് തന്നെ എന്നോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ശരിയാണ്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരത്തിൽ സൃഷ്ടിച്ചത് മുഴുവനും കാണാനും മനസ്സിലാക്കാനൊന്നും പൂർണ്ണമായിട്ടും വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ ഭൂമി എന്നുള്ളത് നമുക്ക് ജീവിക്കാനുള്ള സംവിധാനത്തോടു കൂടെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ
ഇവിടെ ജീവിക്കുന്ന നമുക്ക് ഈ വിഭവങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ, ഇവിടെയുള്ള വിഭവങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിനോടൊക്കെ ഒരു താല്പര്യം വേണം. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യന്മാര് ഉണ്ടാകണമെങ്കിൽ സന്താനോൽപാദനം വേണം. അതിനിക്ക് പുരുഷനിക്ക് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും താല്പര്യം വേണം. അങ്ങനെ താല്പര്യമില്ലാതിരുന്നാൽ വിവാഹങ്ങൾ നടക്കൂല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ വികാരം അത് അനിയന്ത്രിതമായി കഴിഞ്ഞാൽ, ഒളവ്, മനുഷ്യനിക്ക് ചില വസ്തുക്കളുള്ള എതിർപ്പ് വേണം. പക്ഷെ എതിർപ്പിനൊക്കെ ഒരു കൺട്രോളിങ് വേണം. അതിന് ദേഷ്യമൊന്നും എതിർപ്പെന്നൊക്കെ പറയും. അതിനൊക്കെ ഒരു കൺട്രോളിങ് വേണം. ഇത് രണ്ടും നഷ്ടപ്പെടുമ്പോഴാണ് തിന്മകൾ വരുന്നത്. വികാരത്തിന്റെ കൺട്രോളിങ് നഷ്ടപ്പെട്ടാൽ, ഒളവിന്റെ കൺട്രോളിങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിന്മകൾ വരും. അപ്പൊ ആ തിന്മകൾ വരുമ്പോൾ മനുഷ്യന്റെ പ്രകൃതിപരമാണ് തിന്മകൾ. ദോഷങ്ങൾ മനുഷ്യന്റെ പ്രകൃതിയാണ്. ദോഷങ്ങൾ മനുഷ്യൻ ചെയ്യും. അത് ചെയ്യാത്ത മനുഷ്യന്മാര് പ്രവാചകന്മാരേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങനെയാ സൃഷ്ടിച്ചത്. പ്രവാചകന്മാരെ അങ്ങനെയാ സൃഷ്ടിച്ചത്. പ്രവാചകന്മാരുടെ രക്തഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തിന്റെ ഗ്രൂപ്പ് ഏതായിരുന്നു, ആദം നബിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് ഏതായിരുന്നു എന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. കാരണം അന്നൊന്നും രക്തം എടുത്ത് പരിശോധിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആദ്യ മനുഷ്യൻ എന്ന് പറയുന്ന കുരങ്ങ്, രാമപിറ്റക്സ് എന്ന് പറയുന്ന കുരങ്ങിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അത് O പോസിറ്റീവ് ആണെന്ന് ഡോക്ടർ ജനാർദ്ദൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ജനാർദ്ദൻ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യ ശരീരത്തിലുള്ള രക്തത്തിന്റെ ഗ്രൂപ്പ് അനുസരിച്ച് മനുഷ്യന്മാർ ഭക്ഷണം ക്രമീകരിക്കണം. എല്ലാ രക്തത്തിന്റെ ആളുകളും ഓരോ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. O പോസിറ്റീവ് ഉള്ള ആളുകൾ അവർ കഴിക്കേണ്ട ഭക്ഷണം, നെഗറ്റീവ് ഉള്ള ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണം, അങ്ങനെ രക്തത്തിന്റെ ഗ്രൂപ്പ് അനുസരിച്ച് ഓരോരുത്തരും ഭക്ഷണം ക്രമീകരിച്ചാൽ ഒരു 90% രോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാമെന്നാണ് അയാളുടെ അഭിപ്രായം. അത് അല്ലാഹു അഅലം, അത് അയാളെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ ആ പുസ്തകത്തിൽ അയാൾ എഴുതിയതാണ്, ആ കാട്ടിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ പിതാവ്, അതാണല്ലോ ഓല് പറയാം, ആ മനുഷ്യന്റെ പിതാവിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് O പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് 40% മനുഷ്യന്മാരും അങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് നിഗമനങ്ങളാണ് അതൊക്കെ. എന്നല്ലാതെ ഇപ്പൊ അന്ന് ലബോറട്ടറിയോ അല്ലെങ്കിൽ പരിശോധിക്കുന്ന സംവിധാനമൊന്നും അന്നില്ലല്ലോ. അതൊക്കെ ഒരു നിഗമനങ്ങളാണ്. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, തെറ്റുകൾ വരും, ദോഷങ്ങൾ വരും. അതിനൊക്കെ 40 വയസ്സ് വരേക്കും, ഒരു 16 വയസ്സ്, ആ വയസ്സ് മുതൽ ഒരു 24 വയസ്സ് 25 വയസ്സ് വരേക്കുമുള്ള സമയം അനിയന്ത്രിതമായ സമയമാണ്. ഹോർമോണുകൾക്ക് വളർച്ച വരുന്ന സമയമാണ്. സൈക്കോളജിക്കലായിട്ട് പറയുന്ന പണ്ഡിതന്മാരൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ശരീരത്തിലെ ഹോർമോണുകൾക്ക് വളർച്ച വരുന്ന സമയമാണ്. വളർച്ച അത് ഒരു പൂർണ്ണതയിൽ ഒരു 24 വയസ്സ് 25 വയസ്സൊക്കെ ആയാൽ ഒരു പൂർണ്ണതയിൽ എന്ത് ചെയ്യും, അത് എത്തും. അതിന്റെ മുമ്പ് ഈ വളർച്ച വരുന്ന അവസരത്തിൽ പലവിധേനയുള്ള ചിന്തകൾ കടന്നു വരും. നല്ലതിനേക്കാൾ കൂടുതൽ ചീത്തയിലേക്ക് കൂടുതൽ താല്പര്യം തോന്നും. നല്ലതിനേക്കാൾ കൂടുതൽ ചീത്തയിലേക്കും വ്യത്യസ്ത ലിംഗത്തിനോടുള്ള താല്പര്യങ്ങളൊക്കെ എന്ത് കൂടുതൽ വരും. 19 വയസ്സുള്ള ക്ലാസ്മേറ്റ് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ബലാത്സംഗം ചെയ്തതും അതൊക്കെ പത്രത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പഴയ കാലത്തൊക്കെ ഉണ്ടത്. പക്ഷെ പഴയ കാലത്തിൽ അത് അങ്ങനെ പുറത്തേക്ക് വരാറില്ല. ഇപ്പൊ എല്ലാം പുറത്തേക്ക് വരികയാണ്. ഇന്നലൊക്കെ പത്രത്തിൽ റാങ്കിങ്ങിനെ പറ്റിയൊക്കെ വായിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ നടന്ന റാങ്കിങ്, സുബ്ഹാന ജല്ല ജലാലു, എന്താണ് ഈ കുട്ടികളൊക്കെ രംഗത്തേക്ക് വന്നാൽ എന്താ ചെയ്യാൻ കഴിയുക? എത്രമാത്രം സാംസ്കാരികമായിട്ടാണ് ഈ കുട്ടികളൊക്കെ വളരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് ആവുന്നതൊക്കെ നമ്മൾ ചെയ്യാതിരുന്നാൽ പറ്റില്ല. പ്രത്യേകിച്ച് ആണ്ടർത്തി ദിവസങ്ങൾ. ഇന്നിപ്പോ ബറാഅത്ത് രാവിന്റെ ദിവസമാണ്. അപ്പോ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ കുട്ടികളെ കൂട്ടി ഇരുത്തിയിട്ട് യാസീനൊക്കെ ഓതണം. അപ്പൊ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അസറിന്റെ ശേഷം ബഹുമാനപ്പെട്ട റയീസുൽ ഉലമന്റെ അടുത്ത് ബുഖാരി ക്ലാസ് ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞാൻ. അപ്പൊ ഇന്നലെ വിളിച്ച് അന്വേഷിച്ചു, എന്താണ് ഉസ്താദിന്റെ ഈ ഇന്നത്തെ ഷെഡ്യൂളുകൾ എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അസർ നിസ്കരിച്ച ഉടനെ ഉസ്താദ് 3 യാസീൻ ഓതും, എന്നിട്ട് ദ്വാരക്കും, അതേമാതിരി തന്നെ മഗ്‌രിബിന്റെ ശേഷം ചെയ്യും. 2 റിപ്പോർട്ടും ഉണ്ട്.
ചില ആൾക്കാർ അസറിന് ശേഷം 3 യാസീൻ ഓതും, വേറെ ചില ആൾക്കാർ മഗ്രിബിന്റെ ശേഷം ഓതും. ഇങ്ങനെ വന്നപ്പോൾ ഉസ്താദ് ചെയ്യണത് രണ്ടും ചെയ്യും. 3 യാസീൻ ഓതാ വലിയ പണിയൊന്നും ചെയ്യും. അപ്പൊ അസറിന്റെ ശേഷം ഉസ്താദ് യാസീൻ ഓതും, മഗ്രിബിന്റെ ശേഷം ഓതും 3 യാസീൻ തുടർച്ചയായിട്ടും. അപ്പൊ ഇനി യാസീനും ദുആക്കും കൂടി കഴിയുമ്പോൾ സമയം വൈകും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാനിപ്പോ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ചെന്നപ്പോ വലിയൊരു ആലിമിനെ പറ്റി അന്വേഷിച്ചപ്പോ ആലിമ് ദർസ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് ചക്കരച്ചോറ് തന്നെ കഴിക്കും. ആ ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമായത് കൊണ്ടിട്ട് അതന്നെ വേണം മൂപ്പർക്ക്, അതന്നെ വേണം. ബറാത്തിന് ഏതന്നെ വേണം, ചക്കരച്ചോറ് തന്നെ വേണം, ബാക്കി എന്തുണ്ടാക്കിയാലും പറ്റൂല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ആ പഴമത്വം നിലനിർത്താൻ വേണ്ടി, ആ പഴമത്വം അത് വലിയൊരു ഘടകമാണ്. നമ്മുടെ കുട്ടികൾ നന്നാവുന്നതിനേക്കുള്ള സംസ്കാരം നിലനിർത്തുന്നതിനേക്കുള്ള വലിയൊരു ഘടകമാണ് ഈ പഴമത്വം എന്നുള്ളത്. അപ്പൊ കുട്ടികളൊക്കെ കൂട്ടിയിരുത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ യാസീൻ ഓത മോനെ ഓത്, അത് വലിയവനോടും ചെറിയനോടും മരുമക്കളോടും ഒക്കെ പറയണം, എങ്കിലേ ഇത് നിലനിൽക്കുള്ളൂ. അത് നമ്മളതിലൊരു ശ്രദ്ധ കുറവ് കാണിച്ചാൽ പിന്നെ ഇതൊന്നും നിലനിൽക്കൂല, ഇതൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അപ്പോ അസറിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷവും ഓതാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ഓതണം. ഇനി കുട്ടികൾ വല്ല സ്ഥലങ്ങളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ, എവിടെ പഠിക്കുകയാണെങ്കിലും ബന്ധപ്പെടാനുള്ള സംവിധാനം ഉണ്ടല്ലോ. എവിടെയാണെങ്കിലും ബന്ധപ്പെടാനും നിമിഷ നേരം കൊണ്ട് സംസാരിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇന്ന് ബറാത്തിന്റെ ദിവസമാണ്. ഉമ്മാരും ഉപ്പാരും നമ്മളെ പൂർവികന്മാരായ ആൾക്കാരൊക്കെ വല്യപ്പിയും വല്യമ്മയും ഒക്കെ യാസീൻ ഓതിയിരുന്നു. 3 യാസീൻ ഓതണട്ടോ. അത് വൈകുന്നേരം എപ്പോഴാണ് സമയം കിട്ടുന്ന വെച്ചാൽ അങ്ങനെ ചെയ്തോ, അസറിന്റെ ശേഷം പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ, മഗ്രിബിന്റെ ശേഷം കിടക്കണതിന് മുമ്പ് ഈ 3 യാസീൻ ഓതണട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കണം. വീട്ടിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ചിരുന്നിട്ടോ ഒന്നിച്ചിരുന്നിട്ടാണെങ്കിൽ അങ്ങനെ യാസീൻ ഓതണം, എന്നിട്ട് ദ്വാരക്കണം. അതൊക്കെ ഒരു ബർക്കത്തുമാണ്. ഈ കുട്ടികൾ ഇക്കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പിടുത്തം കിട്ടൂല, ആർക്കും പിടുത്തം കിട്ടൂല. ഒന്നും നമ്മൾ ചെയ്യാതിരുന്നാലും പറ്റൂല. ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പറയാം, അവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം വേണ്ടേ? എന്ത് പരിഹാരങ്ങളാണ്? നമ്മളെ മക്കളല്ലേ, അവര് നന്നാകണ്ടേ. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ മോശമായ വാർത്തകളാണ് കേൾക്കുന്നത്. വേണ്ടാത്തരങ്ങളിൽ മുൻപന്തിയിലൊക്കെ നമ്മൾ ആൾക്കാർ തന്നെ കാണുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ഒരു പ്രായം, ആ പ്രായത്തിൽ ഈ ഷഹ്വത്ത് അള്ളാഹു മനുഷ്യനക്ക് അത് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒസാരി ഇമാമൊക്കെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അത് കൊടുത്തത്, എന്തിനാണ് ദേഷ്യം കൊടുത്തത്? ദേഷ്യം വേണം, ആവശ്യത്തിന് ദേഷ്യം വേണം. അതൊക്കെ കൊടുത്തത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു കൺട്രോളിങ് വേണം. ആ കൺട്രോളിങ് വിട്ടാൽ ദോഷങ്ങൾ വരും. അങ്ങനെ മനുഷ്യന്റെ പക്കന്ന് ദോഷങ്ങൾ വരും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും ചെയ്യും. എല്ലാ ദോഷങ്ങളും പുറത്തു തരും. മനുഷ്യരുമായുള്ള ഇടപാടുകളൊന്നും അതിൽ അള്ളാഹ് ഇടപെടൂല. മനുഷ്യരും തമ്മിലുള്ള ഒരു വിഷയത്തിലും അള്ളാഹ് ഇടപെടൂല. പൈസ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കണം, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം, അതൊക്കെ വേണ്ടി വരും. അതല്ലാത്ത അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ, ശിർക്കല്ലാത്തതൊക്കെ അള്ളാഹിനോട് തൗബ ചെയ്താൽ, അള്ളാഹ് തൗബ സ്വീകരിച്ചാൽ പൊരുത്തപ്പെട്ടു തരും. അള്ളാഹ് തൗബ സ്വീകരിക്കട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇപ്പൊ റമദാനും അതിനോടനുബന്ധിച്ചുമുള്ള വിഷയങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ അത് കുറച്ച് കാര്യങ്ങൾ പറയണല്ലോ. എന്നിട്ട് അവിടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുവാനാണ്, നിങ്ങൾക്ക് ഫലാഹ്, വിജയം കിട്ടാനാണ്, ആഖിറത്തിലും ദുനിയാവിലും നിങ്ങൾക്ക് വിജയം കിട്ടാനാണ്. എന്ന് വെച്ചാൽ ദോഷങ്ങൾ കുറയുന്നതിനനുസരിച്ച് ബർക്കത്ത് കൂടും, ദോഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ബർക്കത്ത് കുറയും. കുറഞ്ഞ പൈസ കൊണ്ടിട്ട് എല്ലാം നടന്നിരുന്നത് ആ കുറഞ്ഞ പൈസക്ക് ബർക്കത്ത് ഉണ്ടായിരുന്നു. ബർക്കത്ത് നമുക്ക് മാത്രം ഉണ്ടായ പോരാ, നമ്മൾ ആർക്കാണോ ചെലവഴിക്കുന്നത്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്ന ആൾക്കാരും നന്നാവണം. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, അത് ഈ നാഥന്റെ കയ്യിൽ പൈസ കിട്ടണമെങ്കിൽ, അങ്ങനെ പറയാം, നാഥന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ കുടുംബനാഥന്റെ കയ്യിൽ പൈസയും ബർക്കത്തും ഉണ്ടാകണമെങ്കിൽ അത് ചെലവഴിക്കപ്പെടുന്ന ആൾക്കാർ നന്നാവണം. അവർ നല്ലവരാണെങ്കിൽ അവർ നിസ്കരിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓലനാഥന്റെ കയ്യിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കും. ബർക്കത്തിന് എല്ലാവരും നന്നാവണം, അപ്പോഴേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത്, തൗബ, എല്ലാവിധ പാപങ്ങളെ തൊട്ടിട്ടും തൗബ ചെയ്ത് മടങ്ങുക, ദോഷങ്ങളെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബത്തി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദിക്കും. തൗബ ചെയ്യുന്ന അവസരത്തിൽ അള്ളാഹ്ക്ക് വല്ലാത്ത സന്തോഷാണ്. ലല്ലാഹു അശദ്ദു ഫറഹൻ,
വലിയ സന്തോഷമാണ് തൗബ ചെയ്യുന്നത്. മനുഷ്യൻ തൗബ ചെയ്യുന്നത് ഹീന യതൂബു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പടച്ചോനെ എനിക്ക് പുറത്തു തരണം, ഞാൻ അങ്ങനെ ചെയ്തു പോയത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കല്, എണ്ണി എണ്ണി പറയല്. ഒരു തെറ്റ് ചെയ്താല് ഒരാളോടും പറയരുത്, ഒറ്റ കുട്ടിനോടും പറയരുത്, അള്ളാഹിനോട് മാത്രം പറയും. ഉസ്താദിനോടും പറയണ്ട, ഷെയ്ഖിനോടും പറയണ്ട, തങ്ങളോടും പറയണ്ട, ആരോടും പറയണ്ട. അതിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓരോടൊക്കെ ദ്വാരക്കാൻ പറയാം, ഞാനൊരു ദോഷിയാണ്, പാപിയാണ്, ദ്വാരക്കാൻ പറയാന്നല്ലാതെ അതിന്റെ വിശദീകരണങ്ങളോ അത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തു, മറ്റത് ചെയ്തു ഒന്നും ഒരു മനുഷ്യനോടും പറയണ്ട, ഭാര്യനോട് തീരെ പറയണ്ട, ആരോടും പറയണ്ട. നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ മുന്നിൽ അഭിമാനം സംരക്ഷിക്കപ്പെടണം. അഭിമാനത്തിന് വലിയ വില ഇസ്ലാം നൽകിയിട്ടുണ്ട്. എത്രത്തോളം ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാറുള്ള വ്യക്തി, ഓൻ കാറിലാണ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് പോണതെങ്കിൽ ഓന്റെ കാറ് വിൽക്കേണ്ടി വന്നാൽ ഓൻ ജുമാക്ക് പോകണ്ടെന്നാണ്. കാരണം കാറില്ലാതെ ജുമാക്ക് പോയാൽ ആൾക്കാർ മനസ്സിലാക്കും പാപ്പറയിക്കണം, ഓന് ഏതയിക്കണം, ഇപ്പൊ പൊളിഞ്ഞിക്കണം, അങ്ങനെ ഓൻ പൊളിഞ്ഞിക്കണം, ബിസിനസ് ഒക്കെ ആകെ ഡല്ലയിക്കണം, അങ്ങനെ പൊളിഞ്ഞിക്കണം. അങ്ങനെ അവന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ജുമാക്ക് തന്നെ പോകണ്ട, ജുമാക്ക് എതിരുണ്ടോ അവർക്ക് പോകേണ്ടതില്ല, ജമാഅത്തിന് പോകേണ്ടതില്ല. അത്രക്ക് വലിയ സ്ഥാനം ഇസ്ലാമിലെ അഭിമാനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നാൽ തന്നെ മനുഷ്യന്റെ അടുത്ത് വന്നിട്ടുണ്ടാകും. സ്കൂൾ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ധാരാളം വന്നിട്ടുണ്ടാകും. അങ്ങനൊക്കെ വരുന്ന അതൊക്കെ അള്ളാഹിനോട് പറയാം, റബ്ബിനോട് പറയാം, ആരും കേൾക്കണ്ട, ആരും അറിയണ്ട. പ്രത്യേകിച്ച് സുജൂദിൽ കടന്നു കൊണ്ടിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയാം. അത് മലയാളത്തിൽ പറയേണ്ട സുജൂദിലാവുമ്പോ അറബി പറയാൻ കഴിയില്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി. നാവ് കൊണ്ട് നിസ്കാരത്തിൽ പറയുന്നതൊക്കെ അറബിയിലായിരിക്കണം. അറബി അല്ലാത്ത പദം നിസ്കാരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ അതിങ്ങനെ കിടന്നിട്ട് റബ്ബിനോട് പറയാം. അള്ളാഹ് വളരെ റഹ്മത്ത് ചെയ്യുന്നവനാണ്. അള്ളാഹ് നമ്മളോട്, അടിമകളോട് വലിയ കിർഫുള്ളവനാണ്. അള്ളാഹിനെ പറ്റി എപ്പോഴും അങ്ങനെ വിചാരിക്കണം. അള്ളാഹു വലിയ കിർഫുള്ളവൻ. എന്തെങ്കിലും രോഗം തരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ തരുന്നതോ അതൊക്കെ നമുക്ക് ഹൈറാണ്. ആ ഹൈറ് കുറച്ച് കഴിഞ്ഞിട്ടേ തിരിയുള്ളൂ. ഇപ്പൊ നമുക്കത് ഹൈറ് തിരിയില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ആ ഹൈറൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പല വിഷയങ്ങളിലും അള്ളാഹു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ജല്ല ജലാലുവായ അള്ളാഹുവിനെ പറ്റി എപ്പോഴും അങ്ങനെ അള്ളാഹു റഹീമാണ്, റഊഫാണ് എന്ന് വിചാരിക്കണം എന്നാണ്. എപ്പോഴും അള്ളാഹിനെ പറ്റി നല്ല വിചാരം. ഇതിപ്പോ എന്തോ തന്നു, അതിനൊരു മാറ്റം ഉണ്ടാവും, അതിനൊരു പ്രതീക്ഷ ഉണ്ടാവും. അള്ളാഹു അതിനൊക്കെ ഒരു മാറ്റം തരുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഹൈർ അള്ളാഹു വിചാരിച്ചിട്ടുണ്ടാവും എന്നേ എപ്പോഴും കരുതാവും. അപ്പൊ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തൗബ ചെയ്താൽ അത് വലിയ സന്തോഷാണ് അള്ളാഹുവിനിക്ക് എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പക്ഷേ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾ പറഞ്ഞത് വഹിയ നദബുൻ അലാ മഅസിയത്തിൻ മിൻ ഹൈസു ഇന്നഹാ മഅസിയത്തുൻ, ചെയ്തു പോയ ദോഷം അത് ദോഷമാണെന്ന നിലക്കുള്ള ഒരു ഖേദം വേണം. ഉസ്താദുമാര് അതിന് അർത്ഥം വെക്കൽ നെടും ഖേദം എന്നാണ്. പഴയ ഉസ്താദുമാർ പഴയ അർത്ഥം വെക്കുന്നതൊക്കെ നല്ല ഫിറ്റായ അർത്ഥം വെക്കുക, നല്ല ഫിറ്റായ അർത്ഥം വെക്കുക. അതൊക്കെ ഞാൻ ഉസ്താദിന്റെ അടുത്ത്, സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് ബുഖാരിക്ക് പോയി ഇരിക്കുന്ന അവസരത്തിൽ ഉസ്താദ് ആ പഴയ അർത്ഥമൊക്കെ വെക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യും. ആ പഴയ അർത്ഥം പിന്നെ കിട്ടൂല, അത് അവരെ വെക്കുന്നേ കിട്ടുള്ളൂ. ആ പഴയതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തണം. ഞാൻ ഇവിടെ നമ്മൾ നടക്കുന്ന ദിക്ർ, ആ ദിക്റിന്റെ യഥാർത്ഥ കോപ്പി കിട്ടണം. അതിൽ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ കോപ്പികളൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെ കൊടുന്നിച്ചിട്ടുണ്ട്. പക്ഷെ ക്രോഡീകരിക്കാൻ കൊണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതൊരു ശരിയായ രൂപത്തിൽ ചില തകരാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാക്കണമെന്ന് വിചാരിച്ചിട്ട് കൊല്ലങ്ങളായി, 1-2 കൊല്ലമൊന്നുമല്ല. അങ്ങനെ ഞാനത് കക്കിടിപ്പുറത്ത് എന്ന് അതിന്റെ ഒറിജിനൽ കോപ്പി അന്വേഷിച്ചു. ഒറിജിനൽ കോപ്പി കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു. അങ്ങനെ കിട്ടിയപ്പോ അതിൽ അവിടെ നടത്തുന്ന ആള് പറഞ്ഞു, അതിൽ ഇന്ന ഒരു ഫാത്തിഹ കൂട്ടിക്കണം, മറ്റത് അവിടെ കൂട്ടിക്കണം, ഇവിടെ കൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചു. നിങ്ങൾ എന്തിനാ അതൊക്കെ കൂട്ടിയത് ചോദിച്ചു. നിങ്ങൾ എന്താ ഇപ്പൊ അതൊക്കെ കൂട്ടിയത്? നമുക്കതിന്റെ ഒറിജിനലാണ് കിട്ടേണ്ടത്. മഹാന്മാരായ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അതിന് പിന്നെ നമ്മളൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾ വേറെ ഉണ്ടാക്കിക്കോളി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒറിജിനൽ എവിടുന്നാ കിട്ടുക? ഇതിന്റെ യഥാർത്ഥത്തിൽ അവരെന്താണ് ഉണ്ടാക്കിയത് അതാണ് വേണ്ടത്. അതിന്റെ അപ്പുറത്തും കൂട്ടരുത്. ഇപ്പൊ മൗലൂദിന്റെ കിതാബിലൊക്കെ ചിലതൊക്കെ ചിലർ കൂട്ടിയതിലൊക്കെ ഉസ്താദുമാരെ എതിർക്കലുണ്ട്. അതിന് പോലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, അത് അതിന്റെ അതേ രൂപത്തിൽ തന്നെ വേണം, തനതായ രൂപത്തിൽ വേണം. ബുർദൊക്കെ ചൊല്ലുമ്പോൾ ചില ആൾക്കാർ ജവാബ് മലയാളത്തിൽ ചൊല്ലും.
അതൊക്കെ നല്ല പരിപാടിയല്ല. അത് എങ്ങനെയാണോ ബുർദക്ക് ജവാബ്, ആ ബുർദക്ക് ജവാബില്ല. പിന്നെ അതിന് മലയാളത്തിന്റെ പാട്ടൊന്നും അതിന്റെ അടുത്ത് കൂട്ടി കൊടുക്കൊന്നും വേണ്ട. ഒരു സ്ഥലത്ത് കൂട്ടിയപ്പോ നിർത്തുക അറിയാൻ, അത് നിർത്തി അന്നെ ബുർദെല്ലാം വിളിച്ചു ബുർദല്ലേ മതി, അല്ലെങ്കിൽ നീച്ചു പോയിക്കോളാം. ബുർദ ചെല്ലാൻ വേണ്ടി വിളിക്കുന്നിട്ട് ഓരെന്തെങ്കിലുമൊക്കെ പാടുക. അതിന് തുടക്കത്തിൽ കുറച്ച് പാട്ട് പാടാം, പിന്നെ കുറച്ച് ബുർദ അല്ലാണ്ട വേറെ ഗാനമേള എന്ന് പറഞ്ഞു നിങ്ങൾ ബുർദ എന്ന് പറയും ചെയ്യും, ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ചെല്ലും ചെയ്യാം. അത് പറ്റൂല, ബുർദല്ലേ മതി. അങ്ങനൊക്കെ ചൂടാവേണ്ടി വരും. ആണെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ, അത് ദേഷ്യം വിളിച്ചോട്ടെ, അതൊന്നും നോക്കിയിട്ട് കാര്യം. ഇതിങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഇതിന്റെ ഒറിജിനൽ എവിടെ നിന്ന് കിട്ടും? അത് അക്കോലത്തിൽ തന്നെ അതിന്റെ ഒറിജിനൽ തന്നെ വേണം. അതിൽ ഏത് വരുത്താൻ പറ്റൂല, മാറ്റം വരുത്താൻ പറ്റൂല. അങ്ങനെ പലതിലും അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ദലായിലുൽ ഖൈറാത്തില് ആ സ്വലാത്തിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അതിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിൽ നിന്ന് ഇതിലൊക്കെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. അതൊക്കെ വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നെടും ഖേദമെന്ന് ഉസ്താദുമാർ അർത്ഥം വെക്കും. ആ പഴയ അർത്ഥങ്ങൾ അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകൾ ഒതുങ്ങിയിട്ട് നെടും ഖേദം, അങ്ങേയറ്റത്തെ ഖേദം, പടച്ചോനെ എൻ്റെ അടുത്ത് വന്നുപോയി. അത് ദോഷമാണെന്ന നിലക്കായിരിക്കാം എന്നല്ലാതെ അത് ആരെങ്കിലും കണ്ടു എന്ന രൂപത്തിലോ, അല്ലെങ്കിൽ ഞാൻ അതിന് അത് ചെയ്തത് കൊണ്ടിട്ട് എനിക്കൊരു സാമ്പത്തികമായ ബാധ്യത വരും എന്ന രൂപത്തിലോ, എൻ്റെ പക്കൽ നിന്ന് അങ്ങനെ ഒരു കുറ്റം വന്നതുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പിഴ കൊടുക്കേണ്ടി വരും എന്ന രൂപത്തിലൊന്നല്ല ഖേദം വേണ്ടത്. പടച്ചോനെ അത് വിരോധിച്ചൊരു കാര്യല്ലേ. മഹാനായ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു തആല അൻഹു വലിയ ഒരു സ്വാലിഹായ മനുഷ്യനെ പറ്റി പറഞ്ഞു. അദ്ദേഹം വല്ലാതെ വിഷമിച്ചിട്ട് മലന്റെ മുകളിൽ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോയി ഇങ്ങനെ ഭ്രാന്തന്റെ രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരാൾ കണ്ടിട്ട് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ നടക്കണത്? അപ്പൊ പറഞ്ഞു, മൗലായ റബ്ബാനി സഗീറൻ, എന്നെ ചെറുപ്പത്തിൽ അള്ള വേണ്ടതൊക്കെ എനിക്ക് ചെയ്തു തന്നു. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് മുലപ്പാല് തന്നു, പുറത്തേക്ക് വന്നപ്പോഴും മുലപ്പാല് തന്നു. അള്ള എന്നെ പോറ്റി വളർത്തി. ഞാനിങ്ങനെ എഴഞ്ഞു നടക്കുന്ന അവസരത്തിൽ ഒരു കിണറ്റിൽ പോയിട്ട് ഞാൻ വീണില്ല, അല്ലെങ്കിൽ പാമ്പിനെ ഒന്ന് കടിച്ചില്ല. ഒക്കെ അള്ളാഹു എന്നെ സംരക്ഷിച്ചു. വേണ്ട സമയത്ത് എനിക്ക് വേണ്ടതൊക്കെ അള്ളാഹു തന്നിട്ട് ഞാൻ വലിപ്പം വെച്ചപ്പോ, ഞാൻ പ്രായം ചെന്നപ്പോ, വലിയ ആളായ സമയത്ത് അസൈത്തു കബീറൻ, ഞാൻ വലുതായപ്പോൾ പ്രായം വന്നപ്പോ ഞാൻ അള്ളാഹ്ക്ക് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നല്ലോ. ചെറുപ്പത്തിലൊക്കെ അള്ള എന്നെ നോക്കി വളർത്തിയിട്ട് വേണ്ടതൊക്കെ ചെയ്തു വന്നിട്ട് ഞാനൊരു പക്വതയും തൻ്റെയൊക്കെ എത്തിയപ്പോ ദോഷം ചെയ്ത അവസ്ഥ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു, എനിക്ക് വല്ലാത്ത ഖേദം വരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ പറ്റി മഹാനായ യാഫി ഇമാമ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ മനസ്സിലും വരണം, പടച്ചോന് ഇതൊക്കെ ചെയ്തു തന്നു, അല്ലല്ലേ ഇതൊക്കെ ചെയ്തു തന്നത്, എന്നിട്ട് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യാം. എന്തൊരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒരു ഖേദം വരണം, ചെയ്തു പോയ പാപത്തിന്റെ മേൽ ഖേദം വരണം. പടച്ചോനെ അത് അങ്ങനെ വന്നു പോയതാണ്, എനിക്ക് അള്ള മാത്രമേ ഇബാദത്ത് ചെയ്യാനാ പറ്റുന്ന ആളുള്ളൂ, അള്ളാഹു മാത്രമേ എൻ്റെ മൗലയായിട്ടുള്ളൂ, യജമാനായിട്ടുള്ളൂ, റബ്ബായിട്ടുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ വന്നു പോയതാണ്. ഞാൻ ധിക്കരിച്ചിട്ടൊന്നും ചെയ്തതല്ല, ധിക്കരിച്ചിട്ടൊന്നും ചെയ്തതല്ല, എൻ്റെ അടുത്ത് അങ്ങനെ വന്നു പോയതാണ്. അന്നത്തെ സാഹചര്യം മറ്റൊക്കെ അങ്ങനെയായി, പിശാചിന്റെ അടിമയായി ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിനയം, ഒരു താഴ്മ, ആ ചെയ്തു പോയതിന്റെ മേലില് വല്ലാത്ത ഖേദം. ഇത് തൗബയുടെ ഒന്നാമത്തെ ഷർത്താണ്. തൗബയാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്താണ് നെടും ഖേദം ഒന്നാമത്തെ ഷർത്താണ്. രണ്ടാമത്തത് ആ പാപത്തിൽ നിന്ന് നിലവിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതിന് ഇഖ്ലാ എന്ന് പറയും. മഹാന്മാരായ ഉസ്താദുമാര് പറിച്ച് മാറ്റണം. പറിച്ചു മാറ്റുന്ന സാധനം പറിച്ചെടുത്താൽ, വെട്ടിക്കളഞ്ഞാൽ പറിച്ചെടുത്താൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. വെട്ടിക്കളഞ്ഞാൽ പിന്നെ തെളിഞ്ഞു വരും. പറിച്ചെടുക്കണം. ദോഷത്തിൽ നിന്ന് പാടെ വിട്ടുകിട്ട് നിൽക്കണം. ഇനി ആ ദോഷത്തിലേക്ക് പോകാൻ പാടില്ല. അത് ദോഷവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കണം. അതല്ലെങ്കിൽ ഇനി ആ ദോഷത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. ഇഖ്ലാ, അത് രണ്ടാമത്തെ നിബന്ധനയാണ്. മൂന്നാമത്തെ നിബന്ധന, ഇനി ഒരിക്കലും ഞാനത് ചെയ്യൂല അല്ലാഹ് എന്നുള്ളൊരു അസ്മ, ദൃഢത. ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യൂല, ഒരിക്കലും എൻ്റെ വക്കുന്നത് വരൂല എന്നുള്ള
ദൃഢതയും തൗബക്ക് അനിവാര്യമാണ്. നാലാമത്തത് മനുഷ്യന്മാരുമായുള്ള എല്ലാ ബാധ്യതകൾ, ഇടപാടുകൾ, കടം കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുക്കണം. എന്തെങ്കിലും ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ അത് അറിയാതെ അവൻ പറ്റിയിട്ടുണ്ടെങ്കിലും അറിയാതെ പറ്റിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. എന്നാലേ തൗബ സഹിയാവുള്ളൂ. അത് വ്യക്തമായി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 4 നിബന്ധനകൾ തൗബക്കുണ്ട്. 4 നിബന്ധന. ഒന്നാമത്തത് ശക്തമായ ഖേദം. രണ്ടാമത്തത് ദോഷത്തിൽ നിന്നിട്ട് നിലവിൽ ദോഷം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നിട്ട് പാടുപെട്ട് നിൽക്കുക, പിന്നെ ദോഷത്തിലേക്ക് മടങ്ങാതിരിക്കുക. മൂന്നാമത്തത് ഒരിക്കലും ഇനി ഞാനിത് ചെയ്യൂല എന്നുള്ള ദൃഢത. നാലാമത്തത് മനുഷ്യന്മാരുമായിട്ടുള്ള എല്ലാവിധ ഇടപാടുകളും. സക്കാത്ത് അത് മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സക്കാത്തിനെ പറ്റി നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് അത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്ത മുതല് അതുണ്ടോ, അത് മുതല് നമ്മുടെ മുതലുമായി കൂടിക്കലർന്നിട്ടുണ്ടോ, നമ്മളെ മുതല് നാശാവും. നമ്മളെ മുതല് നാശാവും. കുട്ടികൾ അത് ഭിന്നമാക്കും. കുട്ടികൾ അത് പെട്ടെന്ന് അത് നശിപ്പിച്ചു കളയും. സക്കാത്ത് നിർബന്ധമായ മുതലിന്റെ സക്കാത്ത് കൊടുക്കണം. അത് ജനങ്ങളെ അവകാശമാണ്, ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. അത് ആളുകളുമായിട്ടുള്ള ഹുക്കൂക്കുകളാണ്, ബാധ്യതകളാണ്. അതേപോലെ വല്ല പിടിച്ചെടുത്തതോ വസ്ബ് ചെയ്തതോ കവർച്ച ചെയ്തതോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് അവന്റെ കൈവശം അതുണ്ടെങ്കിൽ അത് കൊടുക്കണം. നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം കൊടുക്കണം. അങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് പോയി പറയണം, ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയണം. അല്ലെങ്കിൽ പൈസയും മറ്റും കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് പൊരുത്തപ്പെട്ട് തരണം, എൻ്റെ ഇപ്പൊ തരാനില്ലായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻകാനത്ത് ലി അഖീഹി ഇൻദഹു മദ്ലിമത്തുൻ ഫീ ഇർദിൻ ഔ മാലിൻ ഫൽയസ്തഹില്ലഹു അൽ-യൗമ ഖബല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹമുൻ. റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യന്മാരുമായി വല്ല ഇടപാടുണ്ടോ, പൈസ കൊടുക്കാനോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ ചീത്ത പറയുകയോ ഗീബത്ത് പറയുകയോ നമീമത്ത് പറയുകയോ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ മരിക്കണതിന്റെ മുമ്പ് ഫൽയസ്തഹില്ലഹു അൽ-യൗം, ഇന്നെ അതൊക്കെ ഹലാലാക്കിക്കോട്ടെ, പൊരുത്തപ്പെടിച്ചോട്ടെ. ഖബല അല്ലാ യകൂന ദീനാറും വലാ ദിർഹമുൻ, ഒരു ദീനാറും ദിർഹമും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ദീനാറും ദിർഹമും വേണ്ടേ മഹ്ശറിൽ പൈസ ഉണ്ടാവും. അവിടെ ദീനാറും ദിർഹം ഉണ്ടാവും, അവിടെ കറൻസി ഉണ്ടാവോ, അവിടെ എന്തെങ്കിലും ഉണ്ടാവോ? അപ്പൊ അതൊന്നും ഉപകാരപ്പെടൂല, അത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദിവസം വരുന്നുണ്ട്. അതിന്റെ മുമ്പായി അവൻ ഹലാലാക്കിക്കൊള്ളട്ടെ, പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊരുത്തപ്പെടിക്കാതെ മരിച്ചു പോയാൽ റസൂലുള്ള പറയുന്നു, വഇൻകാന ലഹു അമലുൻ, ഈ മനുഷ്യനിക്ക്, ഈ കടം മേടിച്ചവന് അല്ലെങ്കിൽ ഗീബത്ത് പറഞ്ഞവന് അവനക്ക് നല്ല അമലുണ്ടെങ്കിൽ യുഖദ് മിൻഹു ബിഖദരി മദ്ലിമതിഹി, അവന്റെ ആ അമല് അവന്റെ കടത്തിന്റെ തോതനുസരിച്ച്, അവൻ ചീത്ത വിളിച്ചതിന്റെ തോതനുസരിച്ച്, അവൻ ഗീബത്ത് പറഞ്ഞതിന്റെ തോതനുസരിച്ച് ഇവൻ ചെയ്ത നിസ്കാരവും നോമ്പൊക്കെ മറ്റവൻ കൊടുക്കും. അവൻ ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, ആർക്കാണോ കടം കൊടുക്കാനുള്ളത്, ഓൻക്ക് ഇവന്റെ നിസ്കാരം ഓരോരുത്ത നോമ്പുകളൊക്കെ എടുത്തിട്ട് ഓൻക്ക് കൊടുക്കുന്നതാണ്. ഇനി അങ്ങനെ അവന്റെ അടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിലോ, നിസ്കാരം മറ്റൊന്നും ഇല്ലെങ്കിലോ, അവിടെ റസൂലുള്ളാഹി പറഞ്ഞു, വഇല്ലാ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി, അവന്റെ ദോഷങ്ങൾ, ഓൻ ചെയ്ത തമ്മാടിത്തരങ്ങൾ എടുത്തിട്ട് ഇവന് കൊടുക്കും. ഇതാണ് നീതി. അങ്ങനെ ഇവൻ പാപ്പരായി പോകും, നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ പോയി പോകും. അത് പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അധ്വാനിച്ച് ചെയ്തതൊക്കെ പോകും, അതൊക്കെ വെള്ളത്തിലായി പോകും. ഗീബത്ത് പറഞ്ഞാൽ, പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ബാധ്യതയുണ്ടെങ്കിൽ, അതുകൊണ്ടൊക്കെ ഇവന്റെ അമലെടുത്തിട്ട് മറ്റവൻ കൊടുക്കും. അത് ഇവന്റെ അടുത്ത് അമലില്ലെങ്കിലോ ഓന്റെ ദോഷങ്ങൾ എടുത്തിട്ട് ഇവനക്ക് നൽകപ്പെടുമെന്ന് സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇൻ തഅദ്ദറ റദ്ദു ഗുലാമത്തി അലൽ മാലിക്, ഇനി ചെറുപ്പകാലത്ത് യുവത്വകാലത്ത് അങ്ങനൊക്കെ വന്നുപോയി. ചില മനുഷ്യന്മാർക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു, അത് കൊടുത്തില്ല, അതങ്ങനെ വന്നുപോയി. ഇപ്പോഴാണെങ്കിൽ ഓരെ പറ്റി ഒരു കൊടുത്തുമില്ല, ഓലെ ഏത് നാട്ടുകാരാണ്, എവിടുത്തേരാണ്, ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ ഫത്വൽ മുഈനിൽ കിതാബിൽ പറയുന്നു, ഇത് തിരിച്ചു കൊടുക്കാൻ ഇതിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചിട്ട് പിടുത്തം കിട്ടണില്ല, അയാൾ എവിടെയെന്ന് അറിയില്ല.
അല്ലെങ്കിൽ വാരിസിക്ക് അവന്റെ അനന്തരാവകാശികളെ അറിയണില്ല, അവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അനന്തരാവകാശികൾക്ക് കൊടുത്താൽ മതി. എങ്കിൽ സല്ലമഹുൽ ഖാദി, ഖാദിന്റെ അടുത്ത് കൊണ്ടേ ഏൽപ്പിക്കണം. സിഖത്തിൻ, നല്ല കൊള്ളാവുന്ന ഖാദി, നീതിമാനായ ഖാദി, അയാളത് ശരഈയായ രൂപത്തിൽ അത് ചെലവഴിക്കും, വേണ്ടമായിരിക്കും ചെയ്യും എന്ന് ഉറപ്പുള്ള ഖാദിന്റെ അടുത്ത് ഏൽപ്പിക്കണം. അപ്പൊ ഖാദി അത് വേണ്ട പോലെ ചെയ്തോളൂ. ഇനി അങ്ങനെ ഖാദിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ ഖാദിനെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഖാദി അത് ഏറ്റെടുത്തില്ല, അങ്ങനെ ഉണ്ടാവും. ഖാദി ഇപ്പോഴത്തെ ഖാദിമാരൊന്നും ഏറ്റെടുക്കൊന്നുമില്ല, അതിനൊന്നും പോലെ കിട്ടൂല. കാരണം ഓരെന്താ കേട്ടത്? അപ്പൊ പ്രയാസമാണ്. അങ്ങനെ വന്നാലോ സർഫഹാ ഫീമാ ശാഅ മിനൽ മസാലിഹ്, എങ്കിൽ നല്ല വിഷയത്തിന് വേണ്ടി പള്ളിക്കോ മദ്രസക്കോ വേണ്ടിയിട്ട് ആ പൈസ കൊടുക്കുക. ഞാനൊരു 1,00,000 റുപ്യ ആൾക്ക് കൊടുക്കണ്ടായിരുന്നു, അയാളെ പറ്റി കൊടുത്തില്ല, ഒന്നുമില്ല, എന്താ കാട്ട, ഒരു നിവൃത്തിയില്ല, എന്താ ചെയ്യാ, ഇതൊന്നും ഒഴിവായി കിട്ടേണ്ടിയിരുന്നല്ലോ. അന്നങ്ങനെ ഒരു അവിവേകം കൊണ്ട് അങ്ങനെ വന്നുപോയി. അത് അള്ളാഹ് പുറത്തു തരൂല എന്നല്ലേ മുത്തുനബി പറഞ്ഞത്? അത് വലിയ അദാബായി മാറുന്നല്ലേ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് നല്ല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിക്കോ മദ്രസക്കോ അല്ലെങ്കിൽ കടം അനുഭവിക്കുന്ന ആൾക്കാർക്കോ കൊടുക്കുക. പക്ഷെ അവിടെ ഒന്ന് അവൻ മനസ്സിൽ കരുതണം, ഇനി ഇവനെ കിട്ടുകയാണെങ്കിൽ, ഈ ഉടമസ്ഥനെ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ അനന്തരാവകാശികൾ കിട്ടുകയാണെങ്കിലോ ഞാൻ കൊടുക്കും എന്ന അസ്മോടുകൂടെ, ആ ദൃഢതയോടുകൂടെ ഇങ്ങനെ നല്ല വിഷയങ്ങൾക്ക് വേണ്ടി അത് അവൻ ചെലവഴിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അവനക്ക് കഴിവുണ്ടെങ്കിൽ, ഇനി നല്ല പറത്തണ കാലം, ആരോഗ്യമുള്ള കാലത്തൊക്കെ ചെയ്തതാണ്, അങ്ങനെ തട്ടിപ്പൊക്കെ നടത്തിയതാണ്, തിരിച്ചു കൊടുക്കണം എന്ന് ഏതിൻ്റെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിവില്ല. അപ്പൊ കൊടുക്കാൻ കഴിയൂല. പടച്ചോനെ, എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, ഞാൻ ആകെ പാപ്പറായല്ലോ, എന്നെ കൊണ്ട് കഴിയൂലല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യാം? എങ്കിൽ അവിടെ മഹാന്മാര് പറഞ്ഞത് അവനക്ക് ഖേദം വേണം. പടച്ചോന്റെ അടുത്ത് അങ്ങനെ വന്നുപോയി എന്നുള്ള ഖേദം വേണം. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് വിട്ടുവീഴ്ച ചെയ്യും. ആഖിറത്തിൽ അല്ലാഹു വിട്ടുവീഴ്ച എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നു പോയതാണ്. പിന്നെ ഈ കൊടുക്കാനുള്ള ആൾക്ക് അള്ളാഹു അതിനനുസരിച്ച് അള്ളാഹിന്റെ ഫദ്ല് കൊടുക്കും. ഫൽ മർജുഉ മിൻ ഫദ്ലില്ലാഹിൽ വാസിഇ തഅബീദുൽ മുസ്തഹിഖി, അവകാശിക്ക് അള്ളാഹ് എന്തെങ്കിലും കൊടുക്കും. അള്ളാഹ് വലിയോനല്ലേ, ഒരു മനുഷ്യനുമല്ലേ. എൻ്റെ അന്ന് അങ്ങനെ വന്നുപോയി, ഇപ്പോനായതിന് തൊട്ട് തൗബ ചെയ്ത് അങ്ങനെ തൗബ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ കഴിയണില്ല, എൻ്റെ അടുത്ത് അങ്ങനെ വന്നു പോയതാണ് എന്ന അവൻ മുഅ്സിറാണെങ്കിൽ, കഴിയാത്തവനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ഫുഖാഹ് പറയുന്നത്. പ്രതീക്ഷ ഉറപ്പിച്ചു പറയാനൊന്നും വയ്ക്കൂല എന്നാണ് പ്രതീക്ഷ. എന്നോട് പന്മൾ ഉസ്താദ് പറഞ്ഞു, ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിയുണ്ട് കരഞ്ഞു, ഉസ്താദെ, ഞാൻ ബോംബെ കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, പഴയ കാലത്ത് ബോംബെ കസ്റ്റംസിൽ. അങ്ങനെ ഒരു മനുഷ്യന് ഗൾഫിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം അങ്ങനെ വന്നപ്പോൾ അവിടെ ഈ കസ്റ്റംസ് ചെക്കിങ് നടത്തുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് ഒക്കെ പോകാനൊക്കെ പറ്റുന്ന ഒരു കാലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് കസ്റ്റംസ് ചെക്കിങ്ങിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഇയാള് ഒരു കസ്റ്റംസ് ഓഫീസർ വല്ലാതെ ചെക്ക് ചെയ്യുന്നു, അവിടെ നോക്കുന്നുണ്ട്, അരപ്പെട്ട് നോക്കുന്നുണ്ട്, മറ്റോടത്തും മറിച്ചോടത്തൊക്കെ നോക്കുമ്പോൾ ഇയാൾ ഒരാൾ ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു മലയാളിയാണ്. ഞാൻ അവരോട് ഉപേക്ഷിച്ച് എന്തെങ്കിലും ബേജാറായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ മോളെ കല്യാണമുണ്ട്, 2 കൊല്ലത്തിലധികമായി ഞാൻ ഗൾഫിൽ, അങ്ങനെ അധ്വാനിച്ചിട്ട് ഞാൻ കുറച്ച് സ്വർണം എൻ്റെ അടുത്തുണ്ട്. ആ ചങ്ങായി വല്ലാതെ നോക്കുന്നുണ്ട്. അപ്പൊ ഈ സ്വർണ്ണപ്പം അയാൾ കൊണ്ടുപോകും, എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. പറ ആ ബേജാറുകൊണ്ട് നിൽക്കുകയാണ്. അതിനിച്ച് ബേജാറുടെ സ്വർണ്ണം എൻ്റെ അടുത്ത് തന്നാളെ ഇജ്ജാണ്ട് പോയിട്ട് ഞാൻ എനിക്ക് അപ്പുറത്ത് കൊടുന്നു തരാറ്, എനിക്കങ്ങനെ വരാൻ കൊടുന്നു തരാറ്. വലിയ സന്തോഷമായി. ഇയാളെ അവർക്ക് കൊടുത്തു. ഇയാൾ പിന്നെ ചെക്കിങ് കഴിഞ്ഞ് പുറത്ത് മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ഈ ചങ്ങായി വന്നില്ല. പിന്നെ ഇയാൾക്ക് തിരിച്ചു പോയിട്ട് അവിടെ ചോദിക്കാനും വയ്യ. ഇയാൾ തട്ടിപ്പടുത്തിയതാണ്. ഇയാൾ കൊടുത്തില്ല, അയാൾ വന്നില്ല. ഇയാളെന്നെ പറഞ്ഞത്, ആ തട്ടിപ്പടുത്തിയ ആളെന്നെ പൊൽമൺ ഉസ്താദിനോട് പറഞ്ഞത്, ഉസ്താദെ ഞാനത് കൊടുത്തില്ല, അന്ന് എനിക്ക് അങ്ങനെ തോന്നിയപ്പോ ഇപ്പൊ ഓർക്കുമ്പോത്തിന് സങ്കടം വരികയാണ് ഉസ്താദെ. ഓർക്കുമ്പോത്തിന് സങ്കടം വരിക. അയാൾ ആ കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് 2-3 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ സാധനമാണ്. അയാൾ ആ നൃത്തമൊക്കെ പിന്നെ മനസ്സിലിങ്ങനെ കാണുകയാണ്. അയാൾ ആ ബേജാറായിട്ടുള്ള നൃത്തമൊക്കെ കാണുകയാണ്. സംസാരത്തിന്റെ ഇടയിൽ ഞാൻ ചോദിച്ചപ്പോ കൽപ്പകഞ്ചേരി ഭാഗത്താണ് എൻ്റെ പെരാന്ന് അയാൾ പറഞ്ഞു. ഞാൻ അവിടൊക്കെ പോയി അന്വേഷിച്ചു, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അന്ന് അങ്ങനെ വന്നുപോയി,
ഞാൻ അവിടൊക്കെ പോയി അന്വേഷിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താ ഞാൻ ഉസ്താദ് ചെയ്യേണ്ടത്? അന്നങ്ങനെ വന്നുപോയി, മനുഷ്യനല്ലേ, പല സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നുപോയി, ഞാൻ എന്താ കാട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയാണ്. പക്ഷെ അതൊരു നല്ല അവസ്ഥ തന്നെ, അങ്ങനെ വന്നുപോയി, അങ്ങനെ പ്രശ്നം വന്നുപോയി എന്നുള്ളത് ഒരു ചിന്ത വന്നത് നല്ല അവസ്ഥ തന്നെയാണ്. ഉസ്താദ് അതിന്റെ മസാലകളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിങ്ങനെ ഇങ്ങനൊക്കെ ചെലവഴിച്ചാളെ, എങ്ങനെ നല്ല വിഷയങ്ങൾക്കൊക്കെ അത് കൊടുത്താളെ, എന്നിട്ട് അയാളെ കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന അവസരത്തിൽ തിരിച്ചു കൊടുത്താളെ എന്നാണ് അതിന്റെ മസാല പറഞ്ഞു കൊടുത്തു. എന്നല്ലാതെ എന്ത് ചെയ്യും? അപ്പൊ അത്രക്കും ഗൗരവമാണത്. വഞ്ചന നടത്തുക, തട്ടിപ്പ് നടത്തുക, മറ്റൊരാളുടെ പൈസ നമ്മൾ പറ്റുക, ഇതൊക്കെ തന്നെ അങ്ങേ അറ്റത്തെ കുറ്റമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കൂല. തൗബ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ 4ാമത്തെ നിബന്ധനയാണ് മനുഷ്യനുമായിട്ടുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള ഇടപാടുകൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്തൃമതിയായ ഒരു പെണ്ണിനെ ഒരാള് ബലാത്സംഗം വ്യഭിചരിച്ചു. ഭർത്തൃമതിയായ പെണ്ണിനെ അതുപോലും കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം കാണാം? വഖാല ബഅദുഹും യുതവഖഫു ഫി തൗബത്തി മിന സിന ഇസ്തിഹ്ലാലു സൗജിൽ മസ്നി ബിഹാ. ഭർത്താവുള്ള ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിച്ചാൽ ആ ഭർത്താവിനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്ന എൻ്റെ ഭാര്യനെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം എന്നാ. ഇല്ലം യഖഫ് ഫിതനത്തൻ. അതുകൊണ്ട് അങ്ങനെ അയാളോട് പറയുമ്പോൾ നാശം വന്നില്ലെങ്കിൽ അത് ഒളവുള്ള ആൾക്കാരും മനുഷ്യത്തുള്ള ആൾക്കാരും രണ്ടു കൊടുക്കും. അപ്പൊ അതാ ചെയ്യാ. ഒരു പുരുഷനാണെങ്കിൽ രണ്ടു കൊടുക്കും, പിന്നെ ജയിലിൽ പോണത് പിന്നെ ഒക്കുള്ളൂ. എൻ്റെ ഭാര്യനെ ഞാൻ അങ്ങനെ ചെയ്തിക്കണെന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ ആർക്കാ സഹിക്കുക? അവിടെയാണ് ഫുഖഹാക്ക് പറഞ്ഞ ഇല്ലം യഖഫ് ഫിതനത്തൻ, നാശൊന്നും ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ അവൻ പൊരുത്തപ്പെടിക്കണം. കാരണം അനക്ക് ഉപയോഗിക്കാൻ അള്ളാഹ് ഹലാലാക്കി തന്ന ഒരു പെണ്ണല്ലേ അത്. എൻ്റെ അടുത്ത് അങ്ങനെ വന്നുപോയി, അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ അടുത്ത് അങ്ങനെ വന്നുപോയി. അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ പറഞ്ഞിട്ടുണ്ട്, അയൽവാസികളായ സ്ത്രീകളെ നിങ്ങൾ വ്യഭിചരിക്കരുത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയൽവാസികളായ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ചാൻസുകൾ കൂടുതലുള്ളതാണ്. ഈ പെരയെന്ന് ആ പെരയത്തെ വർത്താനം കേൾക്കും. പെരയെന്ന് അങ്ങോട്ട് പോകുമ്പോൾ പഴയ കാലത്ത് മതിലുകളോ ഒന്നുമില്ലാത്ത വെയിലുകൾ വരെ ഇല്ലാത്ത കാലല്ലേ. ആ പെണ്ണുങ്ങൾ അവിടെ അലക്കണതും മറ്റൊക്കെ കാണുമ്പോൾ അവരുടെ വസ്ത്രം, അവരുടെ പിന്നെ ഔറത്തുകളൊക്കെ കാണും. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഴയ കാലത്തൊക്കെ. ഇപ്പോഴും ഇഷ്ടംപോലെ നടക്കുകയാണ്. അങ്ങനെ വന്നാൽ പൊരുത്തപ്പെടിക്കണം എന്നാണ്. എന്നിട്ട് പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ വന്നാലോ? പൊരുത്തപ്പെടിക്കാൻ ഓനോട് പറയാൻ പറ്റൂല, പറഞ്ഞാൽ വലിയ നാശാവും, വലിയ പ്രശ്നമാവും. അങ്ങനെ വന്നാലോ? അള്ളാഹിനോട് ഇങ്ങനെ പറയാം, പടച്ചോനെ ഓന്റെ ഒരു അവകാശമല്ലേ ഞാൻ ചെയ്തത്, പടച്ചോനെ എന്നോടൊരു തൃപ്തി ഓനക്ക് ഉണ്ടാക്കി കൊടുക്കണേ, എന്നോടൊരു തൃപ്തി, എന്നോടൊരു വെറുപ്പില്ലാത്ത അവസ്ഥ ഓനക്ക് ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ഒരു സഹോദരന്റെ ഭാര്യനെ ഞാനത് ചെയ്തില്ലേ, അതുകൊണ്ട് പടച്ചോനെ ഒരു പൊരുത്തം ഓനക്ക് എന്നെ പറ്റി ഉണ്ടാവാൻ നീ അവന്റെ മനസ്സ് നന്നാക്കി കൊടുക്കണേ എന്ന് ഇങ്ങനെ അള്ളാഹിനോട് പറയണം. അള്ളാഹിനോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം. ഇങ്ങനെ തൗബ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കൂ എന്ന് തൗബയെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗബ ചെയ്യാനുള്ള അവസരം നൽകി, നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളും രോഗങ്ങളും എല്ലാം നടക്കുകയാണ്. ഇന്നലെ ഇപ്പൊ ഇവിടെ ഓതിയിരുന്ന 2-3 മുത്തഅല്ലിമീങ്ങൾ വന്നപ്പോൾ ഞാൻ മണിക്കൂറുകളോളം അത്ഭുതപ്പെട്ടു. ഞങ്ങൾ ചിന്തിച്ചിരുന്നു പോയി. എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ ബാഖിയാത്തു സാലിഹാത്തിൽ ഉണ്ടായിരുന്ന ഒരു സയ്യിദ്, ഒരു രോഗവുമില്ല, ഒരു 50-60 വയസ്സ് ആയിട്ടുണ്ടാവും, ഒരു രോഗവും, നല്ല ശരീരം. ഞാൻ എപ്പോഴും അങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. നല്ല ശരീരം, ഓടിച്ചാടി നടന്നിരുന്നൊരു മനുഷ്യൻ, പെട്ടെന്നൊരു തലവേദന. അപ്പോ ഒരു കുഴപ്പമില്ല, അത് സാരല്ല, അത് സാരല്ല എന്ന് മൂപ്പരും, അത് സാരല്ല അത് സാരല്ല. ആശുപത്രി കൊണ്ടുപോയപ്പോഴൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. സ്ട്രോക്കിന്റെ തുടക്കം എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് ആശുപത്രി പോകാനൊന്നും സമ്മതിച്ചില്ല. കാരണം അങ്ങനെ രോഗമൊന്നും ഇല്ലാത്ത ആളാണ്, അങ്ങനൊന്നും വരാത്ത ഒരാളാണ്. അങ്ങനെ പിന്നെ നാട്ടിൽ ചെറുവണ്ണൂരാണ് മൂപ്പര് രാജ്യം. അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിൽ പോയി ഒരാഴ്ച അവിടെ ക്രസന്റ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു.
എന്നിട്ട് ഇപ്പൊ അനങ്ങാതെ കിടക്കണം എന്ന് പറഞ്ഞു. അനങ്ങാതെ കിടക്കണം. പെട്ടെന്നാണ് ഇത് വരുന്നത്. ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഇത് വന്നതാണ്. അപ്പൊ അതിന് താങ്ങി പിടിച്ച് ഇരുത്തി കിടത്തി അങ്ങനെ വന്നു. ഇങ്ങനൊക്കെ കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും കുറച്ചു കാലമാണ് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഖബറിലെ ജീവിതം, ആഖിറത്തിലെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലായിക്കൂടല്ലോ. അപ്പൊ ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം. എല്ലാവിധ ബാധ്യതകളിൽ നിന്നും അള്ളാഹു നമ്മെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യന്മാരുമായുള്ള എല്ലാ ഇടപാടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പാക്കി തരുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിധേനയുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരം നൽകുന്നത് നമ്മുടെ തലാഞ്ചേരി മജീദ്, ഇസ്മായിൽ, ഷൗക്കത്ത് തുടങ്ങിയവർ അവരുടെ മരണപ്പെട്ടു പോയ ഉമ്മക്കും ഉപ്പക്കും, അതേപോലെ അവരുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലി, ഇവർക്കൊക്കെ ദ്വാരക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു നരകത്തിൽ നിന്ന് എഴുത്തുക ചൊല്ലി മോചിപ്പിക്കുമാറാകട്ടെ. അതുപോലെ ഈ ചെയർ, ഈ അങ്ങനെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു ചെയറും, നമ്മുടെ കുട്ടികളുടെ ഓഫീസിൽ ഒരു ചെയറും നമ്മുടെ പൂന്തല സക്കീർ തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഖൈറും ബർക്കത്തും നൽകട്ടെ. കച്ചവടത്തിലും എല്ലാറ്റിനും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആസന്നമാകുന്ന വിശുദ്ധ റമദാൻ നല്ലപോലെ ഉപയോഗപ്പെടുത്തി ദോഷങ്ങളൊക്കെ കണ്ണുനീര് കൊണ്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധമാകാനുള്ള എല്ലാവിധ മാർഗങ്ങളും അള്ളാഹു നമുക്കും കുടുംബത്തിനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് 3 യാസീനാണ് ബറാഅത്ത് രാവിലെ ഓതുക. ഒരു യാസീന് ആയുസ്സിൽ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ. ആയുസ്സിൽ ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാന്ന് അതിൻ്റെ അർത്ഥം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാം. ഇതാണ് ആയുസ്സിൽ ബർക്കത്തുണ്ടാവുക. ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി രണ്ടാമത്തത് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകുന്നതൊക്കെ വിശാലമാകാൻ വേണ്ടി, ഒക്കെ വിശാലത. അപ്പൊ ഒരു 10 രൂപ ആവശ്യമുള്ളടുത്ത് 15 റുപ്യ അള്ള തരികയാണ്. എല്ലാത്തിനും ഒരു വിശാലം. കുടിസാണ്ട് നീങ്ങിട്ട്, മറ്റത് എപ്പോഴും കുടിസ്, ഒരു ആശ്വാസം കിട്ടുന്നില്ല. ഏതിലും കുടിസ്, ഏതൊരു പരിപാടി നടത്തിയാലും കുടിസ്, ഒരു കല്യാണം നടത്തിയാലും കുടിസ്, അതൊക്കെ മാറിയിട്ട് അള്ള തരുന്നതിലൊക്കെ വിശാലത കിട്ടാൻ വേണ്ടി ഒരു തൗസിഅത്തിൽ അർസാഖെന്ന് കാണാം. അള്ള തരുന്നതിലൊക്കെ വിശാലത. അതിനുവേണ്ടി രണ്ടാമത്തത് നമ്മുടെ പേര് അള്ളാഹു സുഅദാ വിജയികളുടെ കൂട്ടത്തിൽ നമ്മുടെ പേര് എഴുതാൻ വേണ്ടി. വേറെ ചില ഉദ്ദേശങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ കരുതുക. പ്രധാനമായി 3 കാര്യങ്ങൾ. ഒന്ന്, ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ. രണ്ടാമത്തത്, അള്ളാഹു തരുന്ന റിസ്ഖ്, അതിലൊക്കെ ഒരു വിശാലത ഉണ്ടാകാൻ. മൂന്നാമത്തത്, നമ്മുടെ പേര് സുഅദാ വിജയികളുടെ കൂട്ടത്തിൽ എഴുതാൻ. പിന്നെ മരിച്ചവർക്കൊക്കെ വേണ്ടി നമുക്ക് കരുതാവുന്നതാണ്. ഈ 3 നിയ്യത്ത് ചെയ്തുകൊണ്ട് 3 യാസീന് തുടർച്ചയായിട്ട് ഓതണം. ഒരു യാസീൻ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത യാസീൻ. ആ നിലക്ക് സമയം കണ്ടെത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഇടവേള ഇല്ലാതെ മറ്റ് സംസാരങ്ങളൊന്നും ഇല്ലാതെ 3 യാസീൻ തുടർച്ചയായിട്ട്. അങ്ങനെ അസറിന്റെ ശേഷം ഓതുന്ന യമനിലൊക്കെ അങ്ങനെ അസറിന്റെ ശേഷമാണ് ഓതുന്നത്. അപ്പൊ അസറിന്റെ ശേഷം ഓതാം, അങ്ങനെ ഓതാം. മഗ്രിബിന്റെ ശേഷമൊക്കെ ആകെ 2 നേരത്ത് ഓതുകയാണെങ്കിൽ നല്ലതാണ്. സുലൈമാസ്താക്ക് ചെയ്ത മാതിരി അതാണ് നല്ലത്. പിന്നെ ദുഹാൻ സൂറത്ത് ഓതൽ പിന്നെ മഹാന്മാർ പതിവാക്കിയതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് 100 വട്ടം പറയുക. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാഅത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് എന്നത് 70 വട്ടം പറയുക. ഇതൊക്കെ ഈ ബറാഅത്ത് രാവിലുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ സലഫു സാലിഹീങ്ങളായ ആൾക്കാർ ചെയ്തതാണ്. അതൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.